വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി. തിരുവമ്പാടി ഈ പറഞ്ഞ മണ്ഡലം പോലെയല്ല, വളരെ ശക്തമായ മത്സരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചെറിയ മാജോറിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയിച്ച ആളുകൾക്ക് എന്നുള്ളത് കൂടി നോക്കുമ്പോൾ ലിൻഡോ ജോസഫിനെ സിറ്റിംഗ് MLA എതിരിടാൻ CK കാസിം മുസ്ലിം ലീഗ് നേതാവ് UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. സണ്ണി തോമസ് 2020 സ്ഥാനാർത്ഥിയാണ് ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥി. ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പ്രതീതിയാണ്. ലിൻഡോയുടെ പോപ്പുലാരിറ്റി വെച്ച് മറികടക്കാമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ പല മുന്നണികൾ ഓരോരുത്തരും അവരവരുടെ സീറ്റ് എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുന്നുണ്ട്. UDF പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി തിരുവമ്പാടിയെ കാണുന്നു. പക്ഷേ LDF ഇല്ല, ലിൻഡോയുടെ ഒരു ജനപ്രിയതയിൽ ഒരു ജനപ്രിയ MLA എന്നുള്ള രീതിയിൽ അത് നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് LDFന്റെ പ്രതീക്ഷ. നമുക്ക് ഇത്തരം പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നതിനിടെ ട്രെൻഡ് എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം തിരുവമ്പാടിയിൽ ആരാണ് ലിൻഡോ ജോസഫിനെ മറികടക്കുമോ UDF? വരട്ടെ സ്ക്രീനിൽ. ഇല്ല, 48.26, 45 പോയിന്റ് തൊട്ടടുത്ത് ഉണ്ട്. പക്ഷേ CK കാസിമിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ട്രെൻഡ്. NDA 6.35. കഴിഞ്ഞ തവണ 4600-ലധികം വോട്ടുകൾക്കാണ് ലിൻഡോ അവിടെ ജയിച്ചത്. ഇത്തവണ ഏതാണ്ട് ആ ഒരു റേഞ്ചിലേക്ക് വരാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. പക്ഷേ മത്സരം ഏകപക്ഷീയമെന്ന് പറയാൻ പറ്റില്ല. 2.87 മുൻതൂക്കമേ ഉള്ളൂ. ഒരുപക്ഷെ ഇടത് ക്യാമ്പുകൾക്ക് ഇതൊരു വിശ്വസിക്കാൻ കഴിയാത്ത, കാരണം ലിൻഡോ വളരെ മികച്ച, നമ്മുടെ സർവേയിൽ പോലും വളരെ മികച്ച പൊളിറ്റിക്കലി UDF ആണ്. അവർക്കൊരു നല്ല സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ പറ്റി, നല്ലൊരു മത്സരം കൊടുക്കാൻ പറ്റുന്നു. നമ്മുടെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ആദ്യഘട്ടം ഞങ്ങൾ പോയപ്പോൾ ഏകപക്ഷീയമായി ലിൻഡോയ്ക്ക് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു. സാമ്പിൾ ശേഖരിച്ചപ്പോൾ പിന്നീട് അത് വലിയ രീതിയിൽ മാറുന്നതായി കണ്ടു. നമ്മുടെ 4ാം ഘട്ടം 5ാം ഘട്ട വിസിറ്റിലേക്ക് മത്സരം വളരെ ടൈറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. UDF സ്ഥാനാർത്ഥി ഒരു മൊമെന്റം നേടുന്നുണ്ട്. ഈ അഴീക്കോട് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു മത്സരം, അപ്രതീക്ഷിതം എന്ന് പറയാൻ പറ്റില്ല, മണ്ഡലത്തിനൊരു UDF സ്വഭാവമുണ്ട് അവിടെ. ഒരുപക്ഷെ K മുരളീധരൻ മത്സരിക്കുമെന്ന് ഒരു കാലത്ത് വാർത്തകളൊക്കെ കേട്ട മണ്ഡലമാണ് തിരുവമ്പാടി. കാരണം അത്രയും UDFന് വിജയ സാധ്യത, ലിൻഡോ ആയിട്ട് പോലും K മുരളീധരൻ മത്സരിച്ചാൽ ജയിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ UDFന്റെ ഒരു സാധ്യതയാണല്ലോ. അപ്പം ഒരു മത്സരം അവിടെ നടക്കുന്നു. ലിൻഡോയ്ക്ക് അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ ഇല്ല. അത് സ്വാഭാവികമായി കോഴിക്കോട് ജില്ലയിൽ ഈ ഉണ്ടാകുന്ന മറ്റ് പല ഘടകങ്ങളുടെയും കൂടി ഇപ്പം നമ്മൾ എല്ലാ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ കൊയിലാണ്ടിയിൽ മത്സരം നേരിടുന്നു, കുറ്റ്യാടി നഷ്ടപ്പെടുന്നു, പേരാമ്പ്രയിലും TP മത്സരം നേരിടുന്നു, നാദാപുരം നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു റീജിയണിലെ മണ്ഡലം കുന്നമംഗലം നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അലയൊലികൾ നിൽക്കാൻ കഴിയുന്നു ലിൻഡോ ആയതുകൊണ്ടെന്നുള്ളതാണല്ലോ. ഉറപ്പായിട്ടും LDF ട്രെൻഡ് ഉണ്ടായത് 2016 ജോർജ് തോമസ് 3000-ൽ ചില്ലറ വോട്ടുകൾക്കാണ് ജയിക്കുന്നത്. LDF തരംഗമുണ്ടായ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ലിൻഡോ ജയിക്കുന്നത് 4000-ൽ പരം വോട്ടുകൾക്കാണ്. സ്റ്റിൽ ഇപ്പോൾ LDF ട്രെൻഡ് അതുപോലെ ഇല്ലാഞ്ഞിട്ടും അവിടെ ലിൻഡോ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ UDF വളരെ ശക്തമായി എമർജ് ചെയ്യുകയും ചെയ്യുന്നു. ഉറപ്പായിട്ട് ലിൻഡോ ആയതുകൊണ്ടാണ് ആ സീറ്റ് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ഈ ഒരു നേരിയ മുൻതൂക്കമെങ്കിലും ഉണ്ടായത് അത് ലിൻഡോ മത്സരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. നേരിയ മുൻതൂക്കമാണ്, വേണമെങ്കിൽ മാറാം. ഒരു ഫൈറ്റിംഗ് ചാൻസ് അവിടെ UDFനുണ്ട്. അത് 2.87 വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ രണ്ട് മുന്നണികളും ഈ സീറ്റ് പിടിച്ചെടുക്കാനും നിലനിർത്താനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് തിരുവമ്പാടി സീറ്റ്. അപ്പോൾ 2.87 എന്ന നേരിയ മുൻതൂക്കം തിരുവമ്പാടിയിൽ LDFന് എന്നാണ് കോർ പ്രൊജക്ട് ചെയ്യുന്നത്.